പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. കാരണം അറിഞ്ഞല്ലോ, ടി വിയിലൂടെ എല്ലാം അറിയുന്നുണ്ട്. റേപ്പിസ്റ്റാണ് അയാൾ, കൊലപാതകയാണ് അയാൾ. എത്രയും പെട്ടെന്ന് പുറത്തു നിൽക്കുന്നവർ ഓരോ കുട്ടിയുടെ ജീവിതം അപകടത്തിലാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് പിടിക്കണം. കണ്ടു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചാണ്. ഇയാളെ കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണം. വേണ്ടേ? പിടിക്കണ്ടേ? പെട്ടെന്ന് പിടിക്കണ്ടേ? കേസ് കൊടുത്തിട്ടുണ്ട്. പെൺകുട്ടികളൊക്കെ വളർന്നു വരികയല്ലേ. അപ്പോ കാണുമ്പോൾ പ്രതിഷേധം തുടരുകയാണ്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആളുകൾക്കെല്ലാം രാഹുലിനെതിരായിട്ടുള്ള ഈ ലുക്കൌട്ട് നോട്ടീസ് അവർ നൽകുന്നുണ്ട്. ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഇപ്പോൾ ഈ നോട്ടീസ് ഇയാളെ കണ്ടിട്ടുണ്ടോ? ചേച്ചി കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. ടി വിയിൽ ദിവസം കേൾക്കുന്നുണ്ടല്ലോ. ഇയാള് ക്രിമിനലാണ്, റേപ്പിസ്റ്റാണ്, പീഡനവീരനാണ്. ഇയാളെ എപ്പോൾ കണ്ടാലും എവിടെ വെച്ച് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. MLA ഓഫീസൊക്കെ പൂട്ടി നാട് വിട്ടു. ഏതെങ്കിലും നാട്ടിൽ വേറെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് അപകടം ഉണ്ടാക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പിടിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലുമൊക്കെ വേഷത്തിലായിരിക്കും വരിക, മറ്റു വേഷങ്ങളിലൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ പാലക്കാട് തന്നെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എവിടെന്നെങ്കിലും കണ്ട അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. എത്രയും പെട്ടെന്ന് ജയിലിൽ പോട്ടെ. അതല്ലേ ചേച്ചിമാരുടെ അഭിപ്രായം? അതല്ലേ ശരി? അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയത്. തോളൂ ശരി. ഇത്തരത്തിൽ ഇവിടെ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുന്ന ഓരോ ആളുകളെയും നേരിട്ട് കണ്ട് SFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ ലുക്കൌട്ട് നോട്ടീസ് നൽകിക്കൊണ്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. വനിതാ പ്രവർത്തകർ SFIയുടെ അവരെല്ലാം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്കെല്ലാം ഇത്തരത്തിൽ ഈ നോട്ടീസുകൾ കണ്ടിട്ടുണ്ടോ? പാലക്കാടത്തെ MLA ആണ്. പേടിച്ചിട്ടാണ്. ഇപ്പോൾ ഈ ലുക്കൌട്ട് നോട്ടീസിൻ്റെ വിതരണമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ DYFI ഉൾപ്പെടെ രാഹുലിനെതിരെ പ്രതിഷേധമായി എത്തിയിരുന്നു. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പാലക്കാടിൻ്റെ MLA ആണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട MLA ആണ്. പക്ഷേ കുറേ കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി പരാതി കൊടുത്തതിൽ ഇത്രയും കേസ് കൊടുത്തിട്ടുണ്ട്. കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചാൽ കുറേ സ്ത്രീകളുടെ ജീവിതം രക്ഷപ്പെടും. അങ്ങനെ ഒരു ക്യാമ്പയിനിങ് ആയിട്ട് ഇറങ്ങിയതാണ്. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ ഇവിടെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വാഹനം കയറാൻ എത്തിയ ആളുകൾ, അതുപോലെ തന്നെ ഇവിടെ കടകളിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എത്തിയ ആളുകൾക്കെല്ലാം ഇവിടെ ഇങ്ങനെ ഈ ലുക്കൌട്ട് നോട്ടീസ് അതിന്റെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന SFI പോലീസിനെ സഹായിക്കുന്ന രൂപത്തിൽ ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസുമായി കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചു നടക്കുകയാണ് SFI പ്രവർത്തകർ.